അഭിരാമി എന്ന് പറയുന്ന ഒരു അഭിനേത്രിയെ നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സിലൂടെ കണ്ടു. പക്ഷേ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന രീതിയിലും കുറേ ആക്ട്രസിന് സൗണ്ട് നൽകിയിട്ടുണ്ട്. അതെ. അപ്പോ അതേത് വിശ്വരൂപത്തിലാണല്ലേ കമലഹാസൻ സാർ? ഞാൻ ആക്ച്വലി ഡബ്ബിങ് ചെയ്ത് തുടങ്ങിയത് ഞങ്ങൾ സന്തുഷ്ടാണ് എന്ന മൂവിയിലാണ്. അത് സ്വന്തം അല്ല, സീന ആന്റണിക്ക് വേണ്ടിയാണ് ഞാൻ ഡബ് ചെയ്തത്. അത് ശരി. അപ്പൊ സ്വന്തമായിട്ട് ആര് ചെയ്തു? അത് ആരാ, ശ്രീജ ചേച്ചിയാണെന്ന് അത് വേറെ ആള് ചെയ്തു. അതെന്താ അങ്ങനെ? ഞാൻ പോയിട്ട് ഡബ് ചെയ്ത് തുടങ്ങി അന്ന്. പക്ഷെ 11ാം ക്ലാസ്സിൽ പഠിക്കുന്നതുകൊണ്ട് വയസ്സ് അത്ര ഇല്ലല്ലോ. അപ്പം ഡബ് ചെയ്തപ്പോഴത്തേക്ക് സേനൻ സാർ ഒരു 2 റീല് കണ്ടതിന് ശേഷം പറഞ്ഞു, മോളെ നിന്റെ വോയിസിന് ആ ഒരു ഗാംഭീര്യം ഇല്ല, കൊച്ചുകുട്ടിയുടെ വോയിസ് ആണെന്ന് കേട്ടാ അറിയുന്നുണ്ട്. ഈ ക്യാരക്ടർ കുറച്ചൊന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ചുകൂടി മെച്യൂരിറ്റി ഉള്ള വോയിസ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എനിക്ക് വളരെ ഐ വാസ് സോ അൺഹാപ്പി. അയ്യോ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു, വളരെ സാഡായി. അപ്പൊ പറഞ്ഞു എന്നാ നീ ഒരു കാര്യം ചെയ്യുക, നീ സീനയ്ക്ക് വേണ്ടി ഡബ് ചെയ്യുക, അനിയത്തിക്കുട്ടിക്ക് വേണ്ടി ഡബ് ചെയ്യുക, അപ്പൊ അത് ശരിയായിക്കോളും എന്ന് പറഞ്ഞിട്ട് ദെൻ ഐ വാസ് പിന്നെ സമാധാനമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്ത് വേറൊരാൾക്ക് വേണ്ടി ചെയ്തത് വിശ്വരൂപം എന്ന് പറഞ്ഞതിൽ പൂജയുടെ ഇത് ചെയ്തു. അതിൽ തമിഴ് ചെയ്തു, തെലുങ്കും ചെയ്തു. പിന്നെ ഉത്തമ വില്ലൻ എന്ന് പറഞ്ഞാൽ അതും കമൽ സാറിന്റെ തന്നെ മൂവിയാണ്. അതിലും പൂജയ്ക്ക് വേണ്ടി തന്നെയാണ് ചെയ്തത്. പിന്നെ അല്ലാതെ ഞാൻ വോയിസ് ഓവേഴ്സ് ചെയ്യാറുണ്ട്, ആഡ് ഫിലിംസിന് വേണ്ടി അത് ചെയ്യാറുണ്ട്, കോർപ്പറേറ്റ് വീഡിയോസിന് വേണ്ടി ചെയ്യാറുണ്ട്. അത് എൻ്റെ ക്ലയൻസ് എല്ലാം US-ലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, UK-ലുണ്ട്, കുറേ അധികം ഇന്റർനാഷണൽ ക്ലയൻസ് ഒക്കെ ഉണ്ട്. അപ്പം കുറെ യൂട്യൂബിലും ഇപ്പം കുറെ ആഡ്സ് എന്റെ വോയിസിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഈ ഡബ്ബിംഗ് എന്ന് പറയുന്ന ആ ഒരു കലാരൂപം ഇനി മുന്നോട്ടും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ, അതെയോ അതെന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ചെയ്തതാണോ, ഇനി അത് തുടരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ബിക്കോസ് അത് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഇതാണ്. ഇൻഫാക്ട് പറയാൻ പോവുകയാണെങ്കിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് കിട്ടേണ്ട അംഗീകാരം കിട്ടാതെ പോകുന്നു പലപ്പോഴും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതെ, അത് നമ്മളുടെ ഭാഗ്യ ചേച്ചി ഇവിടെ വന്നപ്പോഴും ഒരു പ്രാവശ്യം അങ്ങനെ പറഞ്ഞിരുന്നു. ഒരുപാട് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളിലൂടെ ഫേസ് ചെയ്തു അവര്. ഇപ്പോഴും നമ്മൾ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ആളെയാണ് നമുക്ക് കൂടുതൽ ഓർമ്മ. കാരണം ഭാഗ്യ ചേച്ചിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ബാക്കി ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ഡബിങ് ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ വേണ്ടത്ര അംഗീകാരം കിട്ടാതെ അവർക്കൊരു വലിയ വലിയ അവാർഡ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ബെസ്റ്റ് ഡബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള അവാർഡ് എത്ര ഇതിലുണ്ട്? വളരെ കുറവല്ലേ. ശരിക്കും അവർക്കാണ് കിട്ടേണ്ടത്. നമ്മൾ പറയുന്ന പോലെ 50% ആക്ടിങ് ആൻഡ് 50% ഡബിങ് എന്നുള്ളതാണ്. 50 പോലും അല്ല, ചില സമയത്തിൽ അത് 80-20 വരെ ആവുന്ന സന്ദർഭങ്ങളുണ്ട്. അതെ. അപ്പോൾ എന്തായാലും ആ ഒരു മേഖലയിലും ഇനിയും ഒരുപാട് നല്ല ക്യാരക്ടേഴ്സിന് സൗണ്ടിലൂടെ ജീവൻ കൊടുക്കാൻ സാധിക്കട്ടെ. ചാർലി എന്ന സിനിമയുടെ തമിഴ് മാര, അതിലും അഭിരാമി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തിൽ ചാർലി കണ്ടിരുന്നോ ഈ ക്യാരക്ടറിന് മുൻപ്, അതെയോ? അതെ, തിയേറ്ററിൽ പോയി തന്നെ കൽപ്പന ചേച്ചി ചെയ്ത ക്യാരക്ടറിനാണ്. അതെ. അത് ആക്ച്വലി കൽപ്പന ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വളരെയധികം ഇമോഷണലി ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ കൽപ്പന ചേച്ചി മരിക്കുന്നതിന്റെ തലേ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിരുന്നു. ഷീ സച്ച് എ ബ്യൂട്ടിഫുൾ, സച്ച് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി. എപ്പോഴും നമ്മളെ വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്ത് സംസാരിക്കാൻ, നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കാൻ, വെരി പ്ലസന്റ്, എക്സ്ട്രീംലി ടാലന്റഡ്. കോമഡി ആവട്ടെ, സീരിയസ് ആവട്ടെ, എല്ലാ റോളുകളും കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു അവര്. ആൻഡ് അങ്ങനെ സംസാരിച്ച ആ ഒരു 1 hour ജേർണി പോയത് തന്നെ അറിഞ്ഞില്ല. അടുത്തടുത്ത സീറ്റിലായിരുന്നു ഇരുന്ന് സംസാരിച്ച് പോയി. വൈകുന്നേരം ഹൈദരാബാദിലെത്തി, കിടന്നുറങ്ങി അടുത്ത ദിവസം രാവിലെ കേൾക്കുന്ന ന്യൂസ് ആയിരുന്നു ചേച്ചി ഇല്ല എന്നുള്ളത്. ഒത്തിരി ഷോക്കിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ആ പോകുന്നതിന് കുറച്ച് മണിക്കൂറുകൾ മുന്നേ എനിക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ചേച്ചിയുടെ ലാസ്റ്റ് ക്യാരക്ടർ എനിക്ക് അതിന്റെ ഒരു റീമേക്കിന്റെ ഇതിൽ ചെയ്യാൻ പറ്റിയതിൽ ഐ ഫൈൻഡ് അതും ചേച്ചിയുടെ ഒരു ബ്ലെസ്സിംഗ് പോലെ തന്നെ ആയിരിക്കും. അതെ. ആളുകൾ എങ്ങനെയായിരുന്നു ആ സിനിമ റിലീസ് ആയതിനു ശേഷം ആ ക്യാരക്ടറിനെ കുറിച്ചിട്ട് എന്തായിരുന്നു പറഞ്ഞത്? പൊതുവെ ഈ ചാർലിയിൽ കൽപ്പന ചേച്ചിയുടെ ക്യാരക്ടറിന് കിട്ടിയത് അതേപോലെ തന്നെ ആയിരുന്നു അവിടത്തെയും ഫീഡ്ബാക്ക്. ആ ഇതിനകത്ത് അവര് ബോട്ടിൽ കയറുന്നത് തൊട്ട് അവര് വെള്ളം അടിച്ചിട്ട് ആ രാത്രി മുഴുവൻ വെള്ളമടിച്ച് ചെലവഴിക്കുന്നതാണ്. അപ്പം ഓരോ സീക്വൻസ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തോറും അവർക്ക് നല്ല കിറങ്ങി നിൽക്കുകയാണ്. അപ്പം അത് ആ ഒരു വെള്ളമടിക്കുന്നതിൻ്റെ ആ ഒരു ഇഫക്റ്റ് കാണിക്കുകയും ചെയ്യണം, പക്ഷെ വളരെയധികം ടെൻഡർ ആയിട്ടുള്ള ഇമോഷൻസ് കൈകാര്യം ചെയ്യുകയും ചെയ്യണം. സോ ദാറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഒരു ഇതായിരുന്നു, എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു തന്നെ. ആൻഡ് കൂടെ നിൽക്കുന്നത് വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള ഗുരു സോമസുന്ദരം, മിന്നൽ മുരളിയിലെ ഗുരു ആയിരുന്നു എൻ്റെ കൂടെ ഉള്ളത്. പിന്നെ മാഡിയുണ്ട്. രണ്ടുപേരും വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സും ആയിരുന്നു. അഭിരാമി പൊതുവെ എങ്ങനെയാണ് ഈ അംഗീകാരങ്ങൾ എന്ന് പറയുന്നതിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ, അതെയോ അംഗീകാരങ്ങൾ വന്നു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി കൂടും, അതുകൊണ്ട് അത് വേണ്ട, പ്രേക്ഷകരുടെ പിന്തുണ മാത്രം മതി, അങ്ങനെ ചിന്തിക്കുന്ന ആളാണോ? എങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്?
അംഗീകാരം എന്ന് പറയുന്ന എല്ലാ ഒരു ആർട്ടിസ്റ്റിനും ഒരു പെർഫോമറിനും വളരെയധികം ഊക്കം തരുന്ന ഒരു സാധനമാണ്. അത് പ്രേക്ഷകരിൽ നിന്നും കിട്ടുന്ന സ്നേഹം അത് വേറെ. ഒരു അവാർഡ് എന്ന രീതിയിൽ വരുന്നത് അത് ഡെഫിനറ്റ്ലി അത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. പീപ്പിൾസ് ചോയ്സ് അല്ലെങ്കിൽ ഒരു വോട്ട് വെച്ചിട്ട് കിട്ടുന്ന അവാർഡാണെങ്കിൽ അതിന് ഡെഫിനറ്റ്ലി ഒരു പ്രാധാന്യമുണ്ട്. ഡെഫിനറ്റ്ലി അങ്ങനെ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വേണ്ടെന്നൊന്നും പറയാൻ പോകുന്നില്ല. എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ച് വീട്ടിൽ വെക്കും. ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്ന പിന്നെ എന്തെങ്കിലും ഒരു വലിയ മാറ്റം നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നതായിട്ട് ഫീൽ ചെയ്തോ? ടെക്നോളജിക്കലി കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പ് വരെ ഫിലിം ആയിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. ആക്ച്വൽ ഫിലിം, മറ്റേ ഒരു ബ്ലാക്ക് ക്ലോത്തിനകത്ത് ഒരാൾ ഇങ്ങനെ മാജിക് ചെയ്യുന്നത് പോലെ എന്തൊക്കെയോ ചെയ്യും, അത് കഴിഞ്ഞ് പുതിയൊരു റീല് പുറത്തു വരും, അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. സോ അത് കുറെ അധികം വ്യത്യാസമുണ്ട്. പിന്നെ ചെയ്ത ഷോട്ട് ഉടനെ തന്നെ മോണിറ്ററിൽ പോയി കാണാൻ പറ്റുക, ആ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഫസ്റ്റ് അപ്പോത്തിക്കരി ചെയ്യുമ്പോഴത്തേക്ക് ദാറ്റ് വാസ് ന്യൂ ഫോർ മീ. നമ്മൾ ടി വിയിൽ കാണുമ്പോൾ നമ്മുടെ ക്യാമറ പേഴ്സണെ വിശ്വസിച്ചാൽ എല്ലാം നന്നായി വന്നു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം ശരിക്കും നമ്മൾ സ്ക്രീനിൽ കാണുന്നത് തന്നെ ഉടനെ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ഇമീഡിയറ്റ് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഐ തിങ്ക് സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു സ്റ്റൈലും കുറെ മാറിയിട്ടുണ്ട്, എസ്പെഷ്യലി മലയാളത്തിൽ. ലൊക്കേഷനിലുള്ള ഒരു ആ ഒരു ആംബിയൻസിന് വ്യത്യാസം വന്നതായിട്ട് തോന്നുന്നു. ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട്. അത് ഐ എം നോട്ട് റിയലി ഷുവർ ഇറ്റ്സ് എ ഗുഡ് തിങ്. യെസ്, അത് ഒരുപാട് പേര്, അതായത് ഇവിടെ വന്ന നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, ഇപ്പൊ മേനക ചേച്ചി ആണെങ്കിലും അംബിക ചേച്ചി, മല്ലിക ചേച്ചി, എല്ലാരും പറയുന്നത് ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അടിപൊളി. അതെ, ഒരു മരം ഉണ്ടെങ്കിൽ അതിന്റെ കീഴിലായിരിക്കും എല്ലാവരും. വേറെ കാരവാനും വാനിറ്റി ഒന്നും വേണ്ട. പക്ഷെ ഐ മീൻ അത് പറയുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഉള്ളത്, എസ്പെഷ്യലി സ്ത്രീകൾക്ക് ഇപ്പം ഒരു ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ വയലിൻ്റെ നടുക്കൊക്കെ ഷൂട്ടിംഗ് ആണെങ്കിൽ അവർക്ക് ബാത്റൂം പോകാനുള്ള ഫെസിലിറ്റീസ് പോലും ഉണ്ടാവാറില്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ കാരവാൻ ഉള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. കുറച്ച് പ്രൈവസിയും കുറച്ച് സേഫ്റ്റിയുടെ കാര്യങ്ങളിലെല്ലാം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കാരവാൻ ഉണ്ട് എന്നതുകൊണ്ട് ആ കോൺവെർസേഷൻസും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അവരുടേതായിട്ട് ഒരു പേഴ്സണൽ സ്പേസ്, മൊബൈൽ, റീൽസിലേക്കൊക്കെ ഒതുങ്ങി കോൺവെർസേഷൻസ് കുറവാണ്.